ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയാലോ അവിടെ കാണിക്കേണ്ട സോഫ്റ്റ്നെസ് എന്താ? നമുക്ക് എവിടെയാണോ ഇരിക്കാൻ പെർമിഷൻ കിട്ടിയത് അവിടെ ഇരിക്കുക. അങ്ങനെയാ മര്യാദ. ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റായിട്ട് പോയി, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ ഇരിക്കുക. വേണ്ട വേണ്ട, ഞാൻ ഇപ്പുറം ഇരുന്നോളാം. നോ, അവിടെ ഇരുന്നോളാം. ഇപ്പുറം ഇരിക്കണ്ട എന്നുകൂടിയാണ് ഈടെ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യം. കാരണം ഇവിടെ ഇരുന്നാൽ കിച്ചണിലുള്ള സ്ത്രീകളുടെ പെരുമാറ്റം കാണുന്നതുകൊണ്ട് കൂടിയായിരിക്കും ഇവിടെ ഇരിക്കാൻ പറയണ്ടാവില്ല. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലായി ഡൈനിങ് ഹാളിലെ സോഫ കിച്ചൻ്റെ ഓപ്പോസിറ്റ് ഇടരുത്. എന്തെല്ലാം മര്യാദ ഉണ്ട് നമ്മളെ മതത്തിൽ. ഇനി അവിടെ ഇരുന്നാലോ സോഫ്റ്റ്നെസ് വേണം. കണ്ണിന് ഫസ്റ്റ് സോഫ്റ്റ്നെസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കണ്ണിനെ എല്ലായിടത്തേക്കും ഓടിക്കരുത്. നല്ല ഇൻറ്റീരിയർ അല്ലേ? വളരെ പൊട്ടത്തരാണ് ഇതൊക്കെ. അഭിപ്രായം പറയലൊക്കെ എവിടെ? നമുക്ക് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ ഇങ്ങനെ. മൂക്കിനും സോഫ്റ്റ്നെസ് ഉണ്ടാവണം, കൺട്രോൾ ഇല്ലാണ്ടാക്കരുത്. മന്തിയാന്ന് തോന്നട്ടോ, മന്തി എന്തൊരു നാണക്കേട് പരിപാടിയാണ്. എന്തിനാ ചങ്ങായിമാർ നമ്മളെ കയ്യിൽ കൗണ്ടർ? എന്തിനാ കൗണ്ടർ? ആരെ പേരിൽ നമ്മൾ സ്വലാത്തില്ലണത്? നമ്മൾക്ക് തഹല്ലുക്കാണ് ആദ്യം വേണ്ടത്. അതാ. ചില സ്ഥലത്തൊക്കെ വയലിനും പരിപാടിക്കൊക്കെ പോയാലേ മഹല്ല് കമ്മിറ്റിയിൽ പെട്ടതും അവിടുത്തെ നാട്ടുകാരും ആയ കുറേ ആൾ ആ വീട്ടിലേക്ക് കയറി വരുന്നതാണ്. നിങ്ങളെല്ലാവരും വിളിച്ചിനാ? ഈടെ പിന്നെ വിളിക്കലൊന്നുമില്ല ഉസ്താദേന്ന്. അയ്യേ, അവർക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഒന്ന്, അനുവദനീയമല്ലാത്ത ഒരു പിടി ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ കിട്ടൂല. ഉദാഹരണം, ഫുഡ് അടിച്ചിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് പറയാം ബെല്ലടച്ചോളണം. 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവില്ല. 30 കൊല്ലം. നാടകം കളിക്കാനുള്ളതല്ല മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. മുസ്ലിമിനൊരു കൾച്ചറുണ്ട്, അത് മദീന കൾച്ചറാണ്. കറക്റ്റ് പഠിക്കണം നമ്മൾ. ഇനി നമ്മളൊരാളുടെ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടേണ്ടത്? ഖാളിയാൽ തങ്ങളുടെ ഷിഫയിൽ പറഞ്ഞല്ലോ, സഹാബത്ത് എങ്ങനെ അതിൽ മുട്ട? ഉസ്താദിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം കൊണ്ട്, വിരൽ കൊണ്ട് മുട്ടൂല. വിരൽ കൊണ്ട് മുട്ടിയാൽ ശബ്ദം കൂടുതലായിരിക്കും ആപേക്ഷികമായിട്ട്. ഇതിപ്പം മൈക്കായത് കൊണ്ടാണ് ഓൾറെഡി ശബ്ദം ഉണ്ടാവുന്നത്. അല്ല, ഒരാളുടെ വാതിൽ മുട്ടിയാലുള്ള നിയമം എന്താ? 3 തൊട്ടേ വാതിൽ മുട്ടാൻ പറ്റൂ. ഇനി രണ്ടാമത് എപ്പോഴാണ് മുട്ടേണ്ടത്? നമുക്ക് തോന്നുമ്പോഴാണോ? അല്ല, 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ ഗ്യാപ്പ് ഇടണം. കാരണം ഒന്നാമത് മുട്ടുമ്പോൾ ഒരു പക്ഷേ അസറിൻ്റെ നിസ്കാരത്തിന് കൈ കെട്ടിയതാവാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം. പിറ്റേന്ന് തന്നെ ക്ലിപ്പ് പ്രഭാഷണം വെക്കണ്ടെന്നർത്ഥം. കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം. 110കളാണ് നമ്മളെ തകർത്ത് തരിപ്പടാക്കണം. വെയിറ്റ് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ് കഴിഞ്ഞു ഇല്ലേ, തിരിച്ചു പോവാം. ഒരാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പ് മിസ് കോൾ അടിച്ചോണ്ടിരിക്കരുത് എന്ന് അതിൻ്റെ അർത്ഥം കേട്ടാ. മനുഷ്യന്മാരെ അവരവരെ വഴിയിൽ വിടണം. അപ്പോൾ വേറൊരാളെ ചെരുപ്പ് ഒളിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? പാടില്ല. ബലൂൺ എറിയാൻ പറ്റുമോ ഇസ്ലാമിൽ? പറ്റൂല. ആദ്യ രാത്രി ചെക്കനെ വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പെണ്ണിനെ ഇവിടെ നിന്ന് കണ്ണീര് കുടിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? പച്ച ഹറാം. നിൻ്റെ മൂക്കൊണ്ട് വരപ്പിച്ചിട്ടല്ലാണ്ട് നീ ദുനിയാവൊന്നും പോവില്ല. ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചാൽ, ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ ഈമാനില്ലാത്ത മരണമായിരിക്കുമെന്ന് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. നാടകം കളിക്കാമെന്ന് പറ്റൂല നമുക്ക്. ഓൻ്റെ നമ്മളെ കല്യാണത്തിന് അങ്ങനെ ആക്കിന്. അങ്ങനെ മടക്കം മാച്ച് അടിക്കേണ്ട പരിപാടിയൊന്നുമല്ല ഇത്. നമുക്ക് നല്ല വൃത്തിയുള്ള ലൈഫുണ്ടാകും. സോഫ്റ്റ്നെസ്. ഒരു സ്വഹാബി വേറൊരു സ്വഹാബിയുടെ ചെരുപ്പൊളിപ്പിച്ചു. ആ ചെരുപ്പിൻ്റെ ഉടമസ്ഥനായ സ്വഹാബിക്ക് വിഷമായി എന്ന് കണ്ടു. തങ്ങൾ പറഞ്ഞല്ലോ അത് പറ്റൂല, മോമിനെ വേദനിപ്പിക്കൽ ഹറാമാണ്, പറ്റൂല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ മാസം നമ്മൾ ഇപ്പോൾ കൊണ്ട് നടന്ന മാസം ആരുടെ മാസമായിരുന്നു? ഷെയ്ഖ് റിഫായി റളിയല്ലാഹുവിൻ്റെ മാസം. റിഫായി ഷെയ്ഖിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തഹല്ലുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ച ആളാണ് സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു. കണ്ടോ, വെറുതെ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ റൗളയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അഹമ്മദെ ഇവിടെ വന്നാൽ എൻ്റെ കൈ നീട്ടിത്തരുമെന്ന് ചോദിക്കണം കേട്ടോ, ചുംബിക്കാൻ.
വെറുതെ ആ സമ്മതം നേരത്തെ കൊടുത്തത്? വെറുതെ ആണോ ആ പെർമിഷൻ നേരത്തെ തന്നെ കൊടുത്തത്? അതങ്ങനെ ജീവിച്ചതാ. റിഫായ് ശിഖർലാൻ്റെ മെയിൻ പരിപാടി തന്നെ എന്താ അറിയാ? ആര് രോഗിയുണ്ട് എന്ന് കണ്ടാലും ആ വീട്ടിലേക്ക് ചെല്ലും. അത് സ്വന്തം യൂണിറ്റും സ്വന്തം സോണൊന്നും ആവണമെന്നില്ല. ഉമ്മു അബീദ എന്ന നാടിൻ്റെ പുറത്താണെങ്കിലും അവിടത്തേക്ക് ചെല്ലും. എന്നിട്ട് ആ രോഗിയെ സന്ദർശിച്ച് ദ്വാരന്നു കൊടുക്കും, സമാധാനിപ്പിക്കും. അവരോടും ദ്വാരക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യും. തീർന്നിട്ടില്ല, അവരുടെ റൂമുകളിലെ അലക്കാനിട്ട വസ്ത്രങ്ങൾ മുഴുവനും അലക്കി വൃത്തിയാക്കി കൊടുത്തിട്ടാണ് റിഫായ് ശിഖർലാൻ അവിടുന്ന് പോവുക. കണ്ടകള്, രോഗികളുടെ വസ്ത്രം അലക്കണ പരിപാടിയാണ് റിഫായ് ഷെയ്ഖിൻ്റെ മെയിൻ അജണ്ട. പാവപ്പെട്ടവർക്ക് കാടുകളിൽ പോയി വിറകുകൾ ശേഖരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും. പാവങ്ങൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കും. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടില്ല റിഫായ് ശിഖർലാൻ, ഒരാളെപ്പോലും. ഒരു കൊതുകിനെ പോലും വിഷമിപ്പിക്കാത്ത മഹാനാണ് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരാളെപ്പോലും, ഒരു പൂച്ചയെ, ഒരു നായയെ, ഒരാളെയും. വഴിയിൽ എന്തെങ്കിലും വേസ്റ്റ് കണ്ടാൽ അതെടുത്തിട്ട് മാറ്റി കഴുകും. ഇത് നിരന്തരം ചെയ്യുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ച്, അല്ല ഉസ്താദ് എന്തിങ്ങനെ എല്ലായിടത്തും കാണുന്ന വേസ്റ്റ് എടുത്തിട്ട് വൃത്തിയാക്കുക, കഴുകുക, എന്തിനാ ഈ പനിക്ക് നിൽക്കണത്? അതിന് റിഫായ് ശിഖർലാന് തിരിച്ചു കൊടുത്ത മറുപടി എന്താ പറയുക? ഈ എനിക്ക് അള്ളാഹു തന്നതിന് ശേഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ ആഖിറത്തിൽ പ്രതീക്ഷയുള്ള ഒരു അമല് ഈ വേസ്റ്റ് വൃത്തിയാക്കലാണ്. പച്ചയായ മനുഷ്യൻ്റെ പേരാണ് സയ്യിദുന അഹ്മദുൽ കബീർ റിഫായി. ജാടില്ലല്ലോ, കിബറില്ലല്ലോ, ഒന്നുമില്ല. പാവപ്പെട്ടവർ വിളിച്ച പരിപാടിക്ക് പോകാതെ പണക്കാർ വിളിച്ച പരിപാടിക്ക് പോകുന്ന ഒരു ജീവിതം ഒരാൾക്കുണ്ടെങ്കിൽ അത് കിബറിൻ്റെ അടയാളാണെന്ന് ഈ ഉലുമുദ്ദീനിൽ കാണാം. കിബറിൻ്റെ അടയാളമാണ്. ബഹ്റൈനിലെ മനാമ, കുവൈത്തിലെ ഫർവാനിയ, ഖത്തറിലെ ദോഹ, അവിടെ ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിച്ച ഫാമിലിയുടെ കല്യാണം. എവിടെ? മധ്യ കേരളത്തിലെ ഏതോ ഒരു ജില്ലയിൽ, തൃശ്ശൂരിലെങ്ങാനും. BMW ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ട് ഫാമിലി അടക്കം പോകും 2 ദിവസം സജീവമാവും. അതേ മനുഷ്യൻ തന്നെ നാട്ടിൽ 3 വീട് അപ്പുറത്തുള്ള ഒരു പാവം പെൺകുട്ടീൻ്റെ കല്യാണം, മഹല്ലു SYS ഒക്കെ കൂടിയിട്ട് സഹായിച്ച് നടത്തുന്ന കല്യാണം. അതിന് പോവോ? അതിന് ഭാര്യനോട് നീ 500 രൂപ കൊണ്ട് ചെറിയ തിരക്കും ചെറിയ നടുവേനോ പോവില്ല. അതന്നെയാണ് മഹലൻ കിബർ എന്ന് പറയുന്നത്. കിബർ, അതാണ് കിബർ. അതാർക്കുണ്ടാവില്ല? മഹബത്തുള്ളവർക്കുണ്ടാവില്ല. കാരണം ഒരു ചെറിയ ഐറ്റം ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ ക്ഷണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വർത്താനമില്ല. കവാഹിദിൻ മിൻഹും, അവരിൽ ഒരാളായി ജീവിച്ചു. യജ്ലിസു ഹൈസു യന്തഹിൽ മജ്ലിസു, മജ്ലിസ് എവിടെയാണോ തീരുന്നത് അവിടെ പോയിട്ട് തങ്ങൾ ബേക്കിലിരിക്കും. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മുസ്നദ് അഹമ്മദിൽ കാണാം ഒരു സ്വഹാബി പ്രസംഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ സ്വഹാബി, നബിയെ ഞാൻ തങ്ങൾ വരാത്തതുകൊണ്ട് അങ്ങനെ വെറുതെ സംസാരിച്ച് തുടങ്ങി. പ്രസംഗിക്കൂ. രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കണ വരെ മോൻ്റെ പ്രസംഗം കേൾക്കലാണ്. ഒരു 4 അടിമകളെ വാങ്ങി മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മോൻ പ്രസംഗിക്കും. ഞാൻ കേൾക്കട്ടെ, ഇങ്ങനെ കേട്ടു കൊടുക്കും. അതാണ് പണ്ഡിതന്മാരുടെ ചെറിയ പണ്ഡിതന്മാരുണ്ടാവുമല്ലോ, മുത്തഅല്ലിമീങ്ങൾ, ജസ്റ്റ് പാസ് ഔട്ട് ആയവർ, അവരോടൊക്കെ പ്രസംഗം കേൾക്കും. എങ്ങനെ പ്രസംഗം കേൾക്കലെന്നറിയോ? തീരെ കേൾക്കാത്ത പോലെ, അങ്ങനെ ഉണ്ടല്ലേ. ആ പണ്ഡിതൻ ജനിക്കുന്നതിന് മുമ്പ് ആ ഹദീസ് ഈ അത്താഹ് തങ്ങൾ 100 വട്ടം ദർശനം നടത്തിയിട്ടുണ്ടാവും. എന്നാലും കേട്ടു കൊടുക്കും. ശരി. അതാണ് പച്ചയായ ജീവിതത്തിൻ്റെ മനുഷ്യരൂപങ്ങൾ. ഇതെവിടുന്നാണ് അവർക്ക് കിട്ടുന്നത്? മിൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവില. അവർ റസൂലുള്ളാഹിനെ കറക്റ്റ് ഫോളോ ചെയ്തു. അങ്ങനെയുള്ള ഔലിയാക്കളുടെ നേതാവാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ റൗളയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഹമ്മദ് തങ്ങളോട് തങ്ങൾ പറയാണെന്ത്? മോനെ അഹമ്മദേ, ഇവിടെ വന്നാൽ എൻ്റെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കണേ. അങ്ങനെ സമ്മതം കിട്ടാത്തവർക്ക് റൗളയിൽ പോയിട്ട് അങ്ങനെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കാനൊന്നും പറ്റൂല. അത് അദബ് കേടാണ്. കാരണം നമ്മൾ അതിനർഹരാണോ? ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ? ഞാൻ ഇതിന് അർഹനല്ലല്ലോ എന്ന പേടിയും ഭയവും നാണക്കെടുമാണ് ഒരാൾ മദീനയിലെത്തിയാൽ ഉണ്ടാവേണ്ടതെന്ന് ഇമാമുന ശഅറാനി റഹിമഹുല്ലാഹ് തൻ്റെ ബഹ്ജത്തുൻ നുഫൂസ് വൽ അഹ്ദാഖ്
ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്ന കിതാബിൽ പറയുന്നു. അങ്ങനെ വേണ്ടത്. ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ റബ്ബേ, അങ്ങനെ വിചാരിക്കേണ്ടത്. നന്ന കളിക്കണ്ട, ഞാൻ മദീനയിലാണ് നിൽക്കുന്നത്, എനിക്കെതിരെ ദ്വാരക്കുന്നല്ല പറയേണ്ടത്. അയ്യയ്യേ, അങ്ങനെ എങ്ങനെ പറയാ? ഞാൻ മദീനയിൽ നിൽക്കാൻ അർഹനാണോ എന്ന പേടി നമുക്കുണ്ടാവണം. ആർക്കും എതിരെ നമ്മൾ ദ്വാരക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കണല്ലേ. നമ്മളെ മക്കൾക്കെതിരെ നമ്മൾ ദ്വാരക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. ലാ തദു അലാ ഔലാദിക്കും, നിങ്ങളെ മക്കൾക്കെതിരെ ദ്വാരക്കരുത്. മക്കൾ കുറച്ച് മുടി നീട്ടി, നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി അവൻ്റെ കൾച്ചർ അഡിക്ഷനിലാണ്, ഫോണിലാണ്. എന്നാൽ മക്കൾക്കെതിരെ ദ്വാരക്കാൻ പറ്റുമോ? പറ്റൂല. വിവരമില്ലാത്ത ഉപ്പ ഉമ്മമാരാണ് അങ്ങനെ ദ്വാരക്കൽ എന്ന് നജ്മുദ്ദീൻ അൽ ഗസി റഹ്മത്തുള്ളാഹിയുടെ ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹിൽ കാണാം. ദ്വാരക്കരുത്, ദ്വാരക്കരുത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് പാതിരാത്രി, ഫർള് നിസ്കാര ശേഷം, തഹജ്ജുദിൻ്റെ സമയം, സംസം വെള്ളം കുടിക്കണതിന് മുമ്പ്, അറഫയുടെ പകൽ, റജബ് ആദ്യ രാത്രി, ശഅബാനിൻ്റെ 15-ാം രാവ്, റമളാനിൻ്റെ പകലുകൾ, രാത്രികൾ, വിശേഷിച്ച് ലൈലത്തുൽ ഖദർ, ഇതൊക്കെ ദുആഇന് ഉത്തരം കിട്ടുന്ന സമയമാണ്. ദുആഇന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് മക്ക, മദീന. മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ കിടക്കണ ഖബറിൻ്റെ അടുത്ത്, ഇതൊക്കെ ദുആഇന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. മദീനയിൽ ദുആയിരുന്നാൽ ഉറപ്പല്ലേ ഉത്തരം. അവിടെ നിന്നൊക്കെ സ്വാലിഹീങ്ങളുടെ പതിവ് എന്താണെന്നറിയോ? ദുആഇന് ഉത്തരം കിട്ടുമെന്ന് അവർക്ക് ഏകദേശം പ്രതീക്ഷ വന്നാൽ അവരൊരു കാര്യം ദുആർന്ന് നോക്കും. എന്താണെന്നറിയോ? അല്ലാഹുവേ, എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യം, അല്ലാഹുവേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ ദുആഇന് ഉത്തരം കിട്ടുന്ന മദീനയിൽ, ദുആഇന് ഉത്തരം കിട്ടുന്ന ഈ സമയത്ത് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ ആരോടെങ്കിലൊക്കെ എപ്പോഴെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് ആർക്കെങ്കിലും എതിരെ ദുആർന്ന് പോകുന്നുണ്ടെങ്കിൽ ആ ദുആ നീ സ്വീകരിക്കല്ലേ, നീ ഇപ്പോഴേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കും. ഓരോ മനസ്സിൻ്റെ ശുദ്ധി ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും എന്നെ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ച് ദ്വാരന്ന് പോകുമല്ലോ, ആ ദ്വാ നീ സ്വീകരിക്കല്ലേ എന്ന് ഇപ്പം തന്നെ ദ്വാരന്ന് ഉറപ്പിച്ചു വെക്കും. ഇത് വിശദീകരിച്ച് ഷെഹ്റാനി ഇമാം റഹിമുള്ള പറയാ. അതുകൊണ്ടാണ് പല ലാലിമീങ്ങളും അക്രമകാരികളും വലിയ വലിയ മഹാന്മാർക്കെതിരെ എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ അവർ ദ്വാരന്നാലും ഉത്തരം കിട്ടാത്ത, അത് നേരത്തെ തന്നെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ദേഷ്യം പിടിച്ച് ദ്വാരം സ്വീകരിക്കണ്ട, വേണ്ട 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 വേണ്ട. ഓരോ മനസ്സിൻ്റെ ശുദ്ധിയാണ് പറഞ്ഞത്. കണ്ടോ, മദീനയിൽ നിന്ന് മക്കത്തുനിന്ന് അവർ ദ്വാരന്ന് വെക്കുന്ന തന്നെ എങ്ങനെയാ? അത്രമേൽ അവർ പരിശുദ്ധരാണ്. അവരുടെ മനസ്സ് റിഫ്കാണ്, സോഫ്റ്റാണ്. പിന്നെ എങ്ങനെ ചൂടാവുക? അതാണ് കാനാറഫഖന്നാസ്, ഒരു സ്വഭാവം. ഒറ്റൊന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്തെല്ലാം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല പഠനത്തിന് കിതാബുകൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒച്ചപ്പാടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊരു സ്വഭാവമാണ് കാന അജ്മലന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭംഗിയുള്ള ആളാണ്. എപ്പോഴും കയ്യിൽ ഹാൻഡ് ബാഗിൽ കണ്ണാടി, ചീർപ്പൊക്കെ ഉണ്ടാവും. ഒരുങ്ങാതെ ഒരു സ്ഥലത്തും പോവില്ല. ഉറങ്ങുമ്പിട്ട ലുങ്കി കൊടുത്തിട്ട് സുബീക്ക് പള്ളി വരൂല എന്നും കൂടി അതിന് വിശദീകരിക്കാം വേണമെങ്കിൽ. പല രാജ്യത്തൊന്നും സുബീക്ക് പള്ളിയിലെത്തുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. അർജൻറ്റീനയിൽ നിന്ന് മെസ്സി, അങ്ങനെ പല ബനിയനും കാണാം. വളരെ ത്യാഗം സഹിച്ചിട്ടായിരിക്കും അല്ലേ? എത്തപ്പ പറയേണ്ടത്. മറ്റു മനുഷ്യന്മാരുടെയൊക്കെ നിസ്കാരത്തിൻ്റെ ഖുശൂഇന് ഭംഗം വരുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കൽ തന്നെ പാടില്ലാത്തതല്ലേ? കറാഹത്ത് ചെയ്യിപ്പിക്കൽ കുറച്ച് കടുപ്പല്ലേ ഇസ്ലാമിൽ അല്ലേ? ബിദ്അത്തുകാരനായ ഇമാമിനെ നിശ്ചയിക്കൽ, ബിദ്അത്തുകാരനായ ഇമാമിനെ തുടരൽ കറാഹത്ത്, കമ്മിറ്റിക്കാരായ ഇമാമിനെ നിശ്ചയിക്കൽ ഹറാമാണ്. കടുപ്പല്ലേ അത്? നല്ല വൃത്തി വേണം നമുക്ക്, പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ. ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദ്, രണ്ട് വ്യാഖ്യാനങ്ങൾ. ഒന്ന്, നമ്മൾ നിസ്കരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ നിസ്കാരക്കുപ്പായ ഒരു 4-5 ജോഡി വേണം. ആ കരിമ്പം കുത്തിയ ഡെക്കറേഷൻ നിസ്കാരക്കുപ്പായം മിക്കവാറും അത് മണപ്പിച്ചാൽ അനസ്തേഷ്യക്ക് വിധേയമാകും വിധം. ഞാൻ ബാക്കി പറയണ്ടല്ലോ. ഒറ്റ നിസ്കാരക്കുപ്പായം, ഒറ്റൊന്ന്. ആ താത്താനോട് വെറുതെ ചോദിച്ചു നോക്കി എത്ര ജോഡി ഡ്രസ്സുണ്ട്.
2 കൊല്ലം മുമ്പാണ് സെൻസസ് ലാസ്റ്റ് നടന്നത്. അന്ന് 32 ജോഡിയായിരുന്നു. പിന്നെ എണ്ണാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറയും. ഒരു ജോഡി നിസ്കാരക്കുപ്പായം. എൻ്റെ നാട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഈ അടുത്ത് മരിച്ചു പോയി, അവരെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കട്ടെ. 5 ജോഡി നിസ്കാരക്കുപ്പായം. അവരെപ്പോഴും നിസ്കരിക്കുമ്പോൾ സുഗന്ധം പുരട്ടും. പുറത്തു പോകുമ്പോൾ താത്താമാർ സുഗന്ധം പുരട്ടരുത്. അവർ മരിക്കുന്നതിൻ്റെ രോഗത്തിൽ കിടന്ന കാലത്ത് ഒരു ദിവസം 10 ജുസ് ഖുർആൻ ഓതും. ഒരു ദിവസം മരിക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളെന്നെ അവിടെ അടുത്ത സ്ത്രീയായിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ അവർ പറയുന്നുണ്ട്, നല്ല ഉറക്ക ദിക്റും ചൊല്ലിയിട്ടാണ് ആ ഉമ്മ ഈ ലോകത്തുനിന്ന് പോയത്. നിസ്കാരത്തിന് വല്ലാത്ത ബഹുമാനം. ആണുങ്ങന്മാരൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ലുങ്കിയും ഒരു ബനിയനും വന്നു. കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് 4 ദ്വാരങ്ങളുള്ള ഒരു ബനിയൻ. എന്നിട്ട് വൈഫിനോട് പെട്ടെന്ന് ഡ്രസ്സരുടെ നിസ്കരിക്കട്ടെ. ഇതല്ലേ നമ്മളെ മക്കൾ കണ്ടു പഠിക്കുക. ഹുസൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദ്. 2ാമത്തെ വ്യാഖ്യാനം, പള്ളിയുടെ പരിസരം എപ്പോഴും വൃത്തിയുണ്ടാവണം. പള്ളിയുടെ പരിസരം എപ്പോഴും വൃത്തിയുണ്ടാവണം. എപ്പോഴും. നമ്മളെ നാട്ടിൽ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് പള്ളിയൊക്കെ എടുക്കും, ശരിയാണ്. ചെറിയൊരു ക്യാഷ് ചിലവാക്കിയാൽ ആയിരങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ലക്ഷക്കണക്കിന് സുന്നത്തെടുക്കാൻ പറ്റും. ആ ഒള്ളൊടുക്കുന്ന പൈപ്പും മറ്റൊക്കെ കിബലക്ക് തിരിയുന്ന രീതിയിൽ ഒള്ളൊടുക്കുന്ന പൈപ്പാക്കിയാൽ അത് ശ്രദ്ധിക്കൂല. അതേസമയത്ത് എത്രയാ AC, എത്രയാ സംവിധാനങ്ങൾ, എന്തെല്ലാമുണ്ട്. ഒന്ന് ആ സുന്നത്തൊന്ന് ശ്രദ്ധിക്കുന്ന കമ്മിറ്റിയിൽ ഒരാൾ അജണ്ട ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവേണ്ടവരും അങ്ങനെയാണ്. വലിയ കുടലുള്ളവർ കമ്മിറ്റിക്കാരനൊന്നും അജണ്ടയില്ല. നമ്മുടെ നാട്ടിലെ കമ്മിറ്റിക്കാർക്ക് ആകെ അജണ്ട എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ അബ്ദുറഹ്മാൻ ഹാജി പ്രസിഡൻ്റായപ്പോൾ 5 പോത്തിനെ അർത്ഥമുള്ളൂ, ഇക്കൊല്ലം 6 പോത്തിനെ അർത്ഥമുള്ളൂ. വലിയ കാര്യമായിപ്പോയി. പിന്നെന്തെല്ലാം ചെയ്തത് എഴുതണമല്ലോ റിപ്പോർട്ടിൽ. ഒന്ന്, പിന്നെ മൂത്രച്ചോളിയിലെ ചെരുപ്പ് ത്രികോണാകൃതിയിൽ മുറിച്ചു കട്ടുകൊണ്ട് പോകുന്നതായിട്ട്. പിന്നെയോ പാട്ട പൈപ്പിന് കെട്ടിയിട്ടു ആടിനെ പോലെ. ഇതല്ലേ നമ്മൾ ആകപ്പാട് അജണ്ട. ഇതല്ല നമ്മൾ അജണ്ട. 10 കൊല്ലത്തിനുള്ളിൽ ഈ മഹലിൽ എത്ര ആലിമീങ്ങൾ രൂപപ്പെടണം, എത്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വരണം, എത്ര ഇന്ന കോഴ്സ് പൂർത്തിയാക്കുന്നവരുണ്ടാവണം. അതാ വേണ്ടത്, അതാ കിട്ടണ്ട നമുക്ക്. ദർസ് സംവിധാനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണം, ആലിമീങ്ങളെ രൂപപ്പെടുത്തണം. എൻ്റെ വിഷയം ഞാൻ മാറ്റുന്നില്ല. അപ്പോൾ കാന അജ്മലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭംഗിയുള്ള ആളാണ്. ഓൾറെഡി റസൂലുള്ളാഹിക്ക് ഭയങ്കര സൗന്ദര്യമല്ലേ, വിയർപ്പ് സുഗന്ധം, തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം, ഒരാൾ കൈ പിടിച്ച് മുസാഫത്ത് ചെയ്താൽ അയാളുടെ കൈക്ക് സുഗന്ധം, എല്ലാം സുഗന്ധമല്ലേ. എന്നിട്ടും തങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സുഗന്ധമാണ്. അത്രയാണ്. അതെന്ത്? തശ്രീ അല്ലി ഉമ്മത്തിഹി, നമ്മളെ പഠിപ്പിക്കാനാണ്. തങ്ങൾ വീട്ടിലെത്തിയാൽ ആദ്യം എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് ആയിഷുമ്മ പറഞ്ഞല്ലോ, ആദ്യം ചെയ്യുന്ന പരിപാടി മിസ്വാക്ക് ചെയ്യലാണ്. കേട്ടോ, ആദ്യം ചെയ്യുന്ന പരിപാടി മിസ്വാക്ക് ചെയ്യലാണ്. ഇത്രയും സൗന്ദര്യം കീപ്പ് ചെയ്ത ഒരാൾ ലോകത്തുണ്ടാവില്ല. അപ്പം നമ്മളും സൗന്ദര്യം കീപ്പ് ചെയ്യണം. ഒന്ന്, നമ്മുടെ വസ്ത്രം അടിപൊളി വസ്ത്രമായിരിക്കണം. ആണുങ്ങന്മാരെങ്ങനെ മീശ വെട്ടേണ്ടത്? ചുണ്ടിൻ്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ മീശ വെട്ടണം. ചുണ്ട് ചുവപ്പാവട്ടെ കറുപ്പാവട്ടെ അതെന്തും കളറാവട്ടെ, അതതിൻ്റെ ഒരു പ്രയോഗമാണ്. ചുണ്ടിൻ്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ മീശ വെട്ടണം. ചിലർ ഇപ്പോഴത്തെ മീശ ഉണ്ട്, നമ്മളെ കൗമിൻ്റെ വേല താടിച്ച മീശ. ജ്യൂസെല്ലാം കുടിച്ചാൽ പകുതി ജ്യൂസ് മീശമല ഉണ്ടായാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീശ ഡെക്കറേഷൻ. മുസംബി ജ്യൂസെല്ലാം കുടിച്ചാൽ എത്തടക്കഥ. മദീനയിൽ പോണ്ടല്ലേ. മുടി എങ്ങനെയാണ് മുറിക്കേണ്ടത്? വൃത്തിയിൽ മുടി മുറിക്കണം. മുടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വച്ചിരിക്കണം. ഫാസിക്കിങ്ങളുടെ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെ ഇവിടെയും ചേങ്ങലയും ചെയിനും എത്ത കോലം. അവ നമ്മൾ വളരെ വൃത്തിയിലുണ്ടാവണം. ഭാര്യമാർ നമുക്ക് വേണ്ടി സുന്ദരിയാവൽ സുന്നത്തുള്ള പോലെ നമ്മൾ തിരിച്ചും വേണം. ഇന്ന് സ്ത്രീകൾ ഇവിടെ ക്ലാസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിൻ്റ് അതായിരിക്കും. പറഞ്ഞോടുക്ക് ഉസ്താദേ, പറഞ്ഞോടുക്ക്, പലരും നാറിയിട്ടാണ് വരാറ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. പാവങ്ങൾ ഇവിടെ അവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഉണ്ടോ? ഉണ്ടോ? നല്ല വൃത്തി ഉണ്ടാകണം.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ണാടി കിട്ടിയിട്ടില്ലെങ്കിൽ നളറ ഇലൽ കൂസ്, വെള്ളം നിറച്ച പാത്രത്തിലേക്ക് നോക്കിയിട്ട് ശരിയാക്കും അത്രേ. അത്രയും വൃത്തി കീപ്പ് ചെയ്ത ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ഒരു പേരെന്നെ ത്വാഹിർ എന്നാണ്, ഒരു പേരെന്നെ തങ്ങൾക്ക് അങ്ങനെ വൃത്തി വേണം. നമ്മൾ മിസ്വാക്ക് ചെയ്യണം. ഉറങ്ങാൻ നേരത്ത് ഉറങ്ങി എണീറ്റാൽ മിസ്വാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സുന്നത്ത് എന്ന് കരുതണം. നമ്മൾ എത്ര ആൾ അങ്ങനെ കരുതാറുണ്ടെന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. രാവിലെ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ, ബ്രഷ് ചെയ്യുമ്പോൾ രാവിലെ ഉറക്കത്തുനിന്ന് ഉണർന്നാലുള്ള മിസ്വാക്കിൻ്റെ സുന്നത്തിനെ എടുക്കുന്നു എന്ന് കരുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂലി എങ്ങനെ കിട്ടുക? ബ്രഷും തീരും, പേസ്റ്റും തീരും, കൂലി എങ്ങനെ കിട്ടും? മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവമാണ് അർഹമുന്നാസി ബിൽ അയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തോട് വലിയ കരുണയാണ്, ഭയങ്കര കരുണയാണ് തങ്ങൾ, വിശേഷിച്ച് ഭാര്യമാരോട്, കുട്ടികളോട്. നിങ്ങൾ നോക്ക്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തോ ഒരു കാര്യം ചെയ്തത് സിദ്ദീഖ് റളിയല്ലാഹു എന്ന ഉപ്പാക്ക് അത്ര പിടിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു ആയിഷ ബീവിനെ എന്ത് നബി തങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നില്ല അർത്ഥത്തിൽ അടിക്കാൻ വേണ്ടി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേണ്ട 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 വേണ്ട, ഇടയിൽ മധ്യത്തിൽ നിന്നിട്ട് വേണ്ട വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു പോയി, ദേഷ്യം പിടിച്ചിട്ട് തന്നെ പോയത്. അന്നേരം ആയിഷ ബീവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞറിയോ? ഞാൻ ഇടയിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ ഒന്ന് അടി കിട്ടാതിരുന്നത്. ആയിഷ ബീവിക്ക് ചിരി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച പ്രയോഗം കണ്ട, ഞാൻ ഇടയിൽ നിന്നുകൊണ്ടല്ലേ ആ മനുഷ്യൻ്റെ ഒന്ന് അടി കിട്ടാതിരുന്നത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? നിൻ്റെ ഉപ്പാര കയ്യിൽ നിന്ന് പറഞ്ഞ് അമ്മോശനെ പുതിയാപ്പിള കുറ്റം പറഞ്ഞാൽ ഭാര്യക്ക് വിഷമാവും, അതെൻ്റെ ആയിഷക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങളുടെ പേരും പറഞ്ഞിട്ടില്ല, മോളെ ഉപ്പാന്നും പറഞ്ഞിട്ടില്ല, ആ മനുഷ്യൻ ഒറ്റ സ്റ്റോപ്പ് ചെയ്തു. നമ്മളൊക്കെ പഠിക്കേണ്ട പാടാണ്. നമ്മളും നമ്മളെ അമ്മോശനും തമ്മിൽ മിണ്ടോ? നമ്മളെ നാട്ടിൽ അമ്മോശനും പുതിയാപ്പിളെ ആകെ മിണ്ടൽ രണ്ട് സന്ദർഭത്തിലാണ്. ഒന്ന്, ആ നിക്കാഹിൻ്റെ സമയത്ത് ഉസവ്വിജൊക്കെ അല്ല, നമുക്ക് നോക്കട മര്യാദയ്ക്ക് നോക്കണം, കബിൽത്തു നിക്കാഹ് സൂചിച്ചു, അതൊന്ന്. രണ്ടാമത്തത്, ഭാര്യ ഡെലിവറിക്ക് വേണ്ടി റൂമിലേക്ക് കയറിയാൽ പുറത്തുനിന്ന്, പണ്ടൊക്കെ നഫീസത്തുമല്ല, ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടാവും പുതിയാപ്പിള. അപ്പോൾ അമ്മോശനൊന്ന് ചോദിക്കും, കീശയ്ക്ക് കേട്ടിട്ട്, വെറുതെ ഉടായ്പ ചോദ്യമാണ്, പൈസയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ആ ചോദ്യത്തിന് എന്താ മറുപടി പറയൽ? ചില ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമായിരിക്കും. ഉദാഹരണത്തിന്, നീ നിൻ്റെ ഭാര്യനെ തല്ലൽ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇത്ര നാളും തല്ലാറുണ്ട്, നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈസ് ഗോയിങ് ഓൺ, മത്സരം തുടരുന്നുണ്ട് എന്ന് അർത്ഥം. അതിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ലോഡഡ് ക്വസ്റ്റ്യൻ എന്നാണ് പറയൽ. ഇതാണ് ആകെ നമ്മളെ നാട്ടിൽ മിണ്ടൽ. പിന്നെ മിണ്ടും, അത് നമുക്കാർക്കും മനസ്സിലാവില്ല. അമ്മോശനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പുതിയാപ്പിള കയറി വരും, ഇതുവരെ അങ്ങനത്തെ ഒരു ഭാഷ നമ്മളെ ഐക്യരാഷ്ട്രസഭേൻ്റെ അണ്ടറിലില്ല. ഏതാ ഇത് ഭാഷ? മിണ്ടൂല. അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലൊന്നൊരു മട്ടത്തിലല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. നമ്മൾ ആദ്യം റാങ്ക് വാങ്ങേണ്ടത് നമ്മളെ കുടുംബത്തിൽ നിന്നാണ്. ഭാര്യൻ്റെ ഉപ്പ, സ്വന്തം ഉപ്പ, നമ്മുടെ രണ്ട് ഉമ്മമാർ, അവരുടെ അടുത്തു നിന്നൊക്കെ നല്ല അഭിപ്രായം നമ്മൾ വാങ്ങണം. നിങ്ങൾ കണ്ടോ, ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ കൊല്ലപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തിരുശരീരം നോക്കിയിട്ട് പറഞ്ഞതെന്താ? യാ ഹംസ ഇന്നക വസൂലല്ലി റഹിമി, നിങ്ങൾ കുടുംബം വന്ന് ചേർക്കുന്ന ആളല്ലേ. ഇതിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നുണ്ട്, ഇങ്ങനെ എന്തിനാ ഹംസ റളിയല്ലാഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയാൻ കാരണം? അത് വലിയ ക്വാളിറ്റി ഒരു മനുഷ്യന്. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആത്മീയ വിലാസം ഉണ്ടാവണം, അങ്ങനെ വേണ്ടത്. ഹംസ റളിയല്ലാഹുവിൻ്റെ ശരീരം, മയ്യത്തായ ശരീരം നോക്കിയിട്ട് പറഞ്ഞ വാക്കാണ് ഇന്നക്ക വസൂലല്ലി റഹിമി, ഹംസ നിങ്ങൾ കുടുംബത്തിനെ നല്ലോണം നോക്കുന്ന ആളല്ലേ. ആ സർട്ടിഫിക്കറ്റ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടത്. മഹ്മൂദാജി മരിച്ചോട്ടോ. ഏത് മഹ്മൂദാജി? നമ്മളെ പള്ളിയുടെ അടുത്തുള്ള പെങ്ങന്മാരെല്ലാം പൊന്നുപോലെ നോക്കുന്ന ആളാണ്. എത്രയാ ചാക്ക് അരിയെല്ലാം ഓരോ പെങ്ങന്മാരുടെ വീട്ടിലേക്ക് കൊണ്ടിടൽ. അതാ സർട്ടിഫിക്കറ്റ് വേണ്ടത്, വേറൊന്നുമല്ല. അങ്ങനെ ഒരു ആത്മീയ വിലാസം നമുക്ക് കിട്ടണം. ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ
ബേജാറായിട്ട് ഖദീജ ഉമ്മാൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പം പറഞ്ഞല്ലോ, അള്ളാഹു തങ്ങളെ കൈവിടൂല നബിയെ. അതെന്തേ? ഇന്നകല തസിലുർ റഹിമ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ. ഖദീജ ബീവി ഓൾറെഡി കുടുംബബന്ധം ചേർക്കുന്ന സൽക്കാരപ്രിയൊക്കെ ഭയങ്കര സംഭവമാണ്. ഖദീജ ബീവിനെ മറികടക്കുന്ന ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഖദീജ ബീവി പറയണത് ഇന്നകല തസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്ത് എത്ര ക്വാളിറ്റി ഉണ്ട്. എന്തിനിപ്പോൾ ഖദീജ ബീവി ഫസ്റ്റ് തന്നെ അത് പറഞ്ഞത്? അതിന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഈ വിഷയം വിശദീകരിക്കാൻ എഴുതിയ ഒരു കിതാബുണ്ട്, അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ്. അതിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഏറ്റവും ടോപ്പ് കുടുംബബന്ധം ചേർക്കല. അതാ നമുക്ക് ഉണ്ടാവേണ്ടത്. ഭയങ്കര തഹജ്ജുദ് അല്ല ഉണ്ടായിക്കോട്ടെ, നല്ല തന്നെ, പക്ഷേ കുടുംബബന്ധം ചേർക്കണം. ദുആഇന് ഉത്തരം കിട്ടുന്ന രാത്രി ഉണ്ടല്ലോ, ലൈലത്തുൽ ഖദർ ബറാത്ത് എന്നൊക്കെ പറയണ ആ രാത്രിയിൽ കുടുംബബന്ധം ചേർക്കുന്ന ആൾക്ക് ഒരു ഓഫറും കൊടുക്കണ്ട എന്ന് മലക്കളോട് റബ്ബ് ഓർഡർ ഇടും. ഓന് രാത്രി മുഴുവൻ ഉറക്കോയിട്ട് ഇബാദത്ത് ചെയ്തിട്ടും ദ്വാരന്നിട്ടും കാര്യമില്ല, ഓൻ്റെ ദ്വാ സ്വീകരിക്കണ്ട. കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമുക്ക് കഴിവുള്ള ഒരു കാര്യം സഹായം ചോദിച്ചു, ആ പാവത്തിന് കഴിയുന്നില്ല, നമുക്കത് കൊടുക്കാൻ കഴിയും, എന്നിട്ടും നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് കിട്ടാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറയണത്. സാധ്യത ഉണ്ട്. നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. നല്ല കുടുംബബന്ധം ചേർക്കുന്നവരാവണം. അല്ലാഹു അക്ബർ. നമ്മുടെ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നമുക്ക് കഴിവുള്ള ഒരു കാര്യം ചോദിച്ചു, സാമ്പത്തികമായിട്ടാവാം. ആ പാവത്തിന് തീരെ വയ്യ, കുറച്ച് ക്യാഷ് റോളാക്കാനുണ്ടാവോ, അല്ലെങ്കിൽ സഹായിക്കോ, മോളെ കല്യാണത്തിനാവാം. നമുക്കത് കൊടുക്കാൻ കഴിവുണ്ട്. നമ്മൾക്ക് ആ കഴിവുണ്ടായിരിക്കെ നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മൾ അള്ളാഹിനോട് എന്തൊക്കെ ചോദിക്കണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കും. അതാണ് നേരത്തെ മലയാളത്തിൽ പറഞ്ഞത്, ദുആഇന് ഉത്തരം കിട്ടാതിരിക്കും എന്ന്. ആര് നമ്മളോട് ചോദിച്ചാലും നമ്മൾ പരമാവധി കൊടുക്കണം. അത് ട്രെയിനിൽ നിന്നാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും ന്യായങ്ങൾ പറയരുത്, ഉള്ളത് വെച്ച് കൊടുക്കണം. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന് പറയാണ്, നിഅമൽ ഖൗമു അസ്സുആലു യഹ്മിലൂന സാദന ഇലൽ ആഖിറ. ആരെങ്കിലുമൊക്കെ നമ്മളെടുത്ത് എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന, നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ യാചകൻ. ഒരാൾ നമ്മളെടുത്ത് യാചകനായിട്ട് വന്നു, വല്ലതും തരുമോ എന്ന് ചോദിച്ചു. ഫുഡ് തരുമോ, ഒരു നേരത്തെ ഫുഡ് തരുമോ, ഒരു ചായ കുടിക്കാനുള്ള പൈസ തരുമോ, ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ നമ്മളോട് ചോദിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ യഹ്മിലൂന സാദന ഇലൽ ആഖിറ, അവർ ആഖിറത്തിലേക്ക് നമ്മുടെ ലഗേജ് കൊണ്ടുപോകുന്നവരാണെന്ന് ചിന്തിച്ചിട്ട് വേഗം കൊടുത്ത് ഏൽപ്പിക്കണം. ഉദാഹരണത്തിന് നമ്മൾ പെട്ടി കെട്ടുമ്പോൾ ഹാൻഡ് ബാഗ് 7 കിലോൻ്റെ മേലെയായി, ലഗേജിൽ 30 കിലോ എടുക്കാനേ പറ്റുള്ളൂ, 80 കിലോ ഉണ്ട്, എന്തപ്പോൾ ചെയ്യുക? അപ്പോഴാണ് രണ്ടാൾ പറയണത്, എന്താ പ്രശ്നം? ഞാനുണ്ട്, ഇൻഡിഗോക്ക് ദോഹയിന്നാ ലഗേജ് ഇല്ല, എന്തേ? ഉമ്മാമ മരിച്ചിട്ട് പോണതാണ്, എന്നിതെടുക്കോ? അതാണ് സംഭവം. ആരെങ്കിലുമൊക്കെ നമ്മളോട് ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് നമ്മുടെ ലഗേജ് കൊണ്ടുപോകുന്നവരാണ് എന്ന് ചിന്തിച്ച് അവർക്ക് കൊടുക്കുക വേണ്ടത്. അതാണ് മഹാനവറുകൾ പറയണത്, അസ്സായിലു ബരീദുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള നമ്മുടെ അംബാസിഡറാണ് ചോദിച്ചു വരുന്നവർ. യജീഉ ഇലാ ബാബി അഹദിക്കും യഖൂലു
ഹാൽ തുഹജ്ജിഊന ഇലാ അഹ്ലീകും ബിശൈഇൻ, നിങ്ങളെ മരിച്ചവർക്കാർക്കെങ്കിലും എന്തെങ്കിലും എത്തിക്കാനുണ്ടോ എന്ന് ചോദിക്കുമല്ലോ, എന്ന് പോലും ഒരു ചോദിച്ചിട്ട് വരികയാണ് സംഭവം. അപ്പോൾ കലക്ഷന് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മോനോട് ഇങ്ങനെ പറഞ്ഞാലോ, എന്ത് ഒപ്പില്ല എന്ന് പറയണേ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരോടൊന്നും ആട്ടി ഓടിക്കുകയോ നോ പറയുകയോ ചെയ്യരുത്. ഇനി ഈ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദിക്കുന്നത് നമ്മൾ ആരോടെങ്കിലും അങ്ങനെ യാചന നടത്താൻ പറ്റുമോ? നമുക്കുണ്ടായിട്ട് ഇല്ലായ്മ അഭിനയിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ മൻ സഅലന്നാസ തകസ്സുറൻ, രണ്ടാം നില വാർക്കാനും രണ്ടാം നില ഗ്രാനൈറ്റ് മാർബിൾ ഇടാനും വേണ്ടിയിട്ട് ഒരാൾ കലക്ഷന് പോവുക, അങ്ങനെ യാചന നടത്തിയാൽ ഫ ഇന്നമാ യസ്അലു ജംറൻ, ഓൻ തീക്കട്ടയാണ് ചോദിക്കണത്, ഓൻ കുറേ ഉണ്ടാക്കാനാണ് ചോദിക്കണത്. ഇല്ലായ്മ അഭിനയിച്ച് ചോദിച്ചാൽ ഓൻ തീക്കട്ടയാണ് ചോദിക്കണത്. ഫല്ലസ്തഖില്ലാഹു ലസ്തസ്തിറ, തീക്കട്ട വേണമെങ്കിൽ കുറേ എടുത്തോളി, അല്ലെങ്കിൽ കുറച്ച് കിട്ടിയിട്ട് നിർത്തിക്കോളി എന്ന് ഹദീസിൽ കാണാം. ഇതൊക്കെ വിശദീകരിച്ച് ഇമാം അജ്ലൂനി റഹിമഹുല്ല അവിടുത്തെ ഫത്താവയിൽ പറയാം. ഒരു ഹറാമായ വകുപ്പിനെ കുറിച്ചാണ് പറയണത്. എന്താ പറയുന്നറിയോ? വഖദ, നേരത്തെ ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ വഖദ, അപ്രകാരം ഹറാമാണ്. ഇദാ അഅതാഹു ശൈഅൻ അലാ ളന്നി അന്നഹു മുത്തസിഫുൻ ബിസിഫത്തി കമാലിൻ, ഇയാൾ നല്ല മനുഷ്യനാണല്ലോ, ഇയാൾക്കെല്ലാം കൊടുത്താൽ മുതലാവും എന്ന് വിചാരിച്ചിട്ട് ഒരാൾ നമുക്ക് വലിയ സംഭാവന തന്നു. വലൗലാ ദാലിക ലം യുഅ്തീഹി, ആ വിശേഷം നമുക്കില്ല. ഇയാൾ നല്ല ആലിമാണല്ലോ, കിതാബ് വെക്കുന്ന ആളല്ലോ, നമുക്ക് അങ്ങനത്തെ ഒന്നില്ല. എന്നാൽ പിന്നെ ആ ക്യാഷ് വാങ്ങാൻ നിൽക്കരുത്. ഫലാ യഹില്ലു ലഹു മാ അഖദഹു വലാ യംലിക്കുഹു ഇദാ ലം യകുൻ മുത്തസിഫൻ ബിതിൽക സിഫത്തിൽ മദ്ലൂന, ആ വിചാരിച്ച ഗുണമില്ലെങ്കിൽ നമ്മളത് വാങ്ങാൻ നിൽക്കല്ലേ മോനെ, ഹറാമായി പോവുകയെ എന്ന് പേടിക്കണം. അപ്പോൾ നമ്മൾ യാചനക്ക് നിൽക്കരുത്, ഇല്ലായ്മ അഭിനയിക്കരുത്, ഇല്ലാത്ത ഗുണങ്ങൾ വിശേഷണം ഉണ്ടെന്ന് അഭിനയിച്ചും പറയാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുടുംബത്തിൽ നല്ല രീതിയിൽ പെരുമാറുകയും കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറൽ മാത്രമല്ല അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ.